കലാമൂല്യമുള്ള ഒരു സിനിമ രക്തസാക്ഷിത്വത്തെ വിറ്റ് കാശുണ്ടാക്കുമോ? എന്തായാലും ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെടുന്നതും കാത്ത് ചില സിനിമാക്കാരും നാട്ടിൽ ഇരിപ്പുണ്ടായിരുന്നു അത്രേ. ടി പി വധം വൻ വാർത്തയും വിവാദങ്ങളും ഉണർത്തിവിട്ടപ്പോൾ ആ കഥ തന്നെ സിനിമയാക്കാമെന്ന് പ്രഖ്യാപിച്ചവർ ഒടുവിൽ സിനിമ പുറത്തിറക്കുന്നതും വിവാദമാവുകയാണ്. മൊയ്തു താഴത്ത് സംവിധാനം ചെയ്ത സിനിമയ്ക്ക് തിയേറ്റർ കിട്ടിയില്ല എന്നതാണ് പരിഭവം. CPIMന്റെ ഭീഷണിയാണത്രേ എല്ലാത്തിൻ്റെയും കാരണം. ഒടുവിൽ സർക്കാരിൻ്റെ തിയേറ്ററുകളിൽ 1-2 ഷോ മാത്രമായി സിനിമ റിലീസ് ചെയ്യേണ്ടി വന്നു. ഇപ്പോഴിതാ രമേശ് ചെന്നിത്തല തന്നെ സിനിമയ്ക്ക് അനുഭാവവുമായി രംഗത്തെത്തി. ആ സിനിമ എടുക്കാനുള്ള അവകാശം അദ്ദേഹത്തിനില്ലേ? മൊയ്തു താഴത്തിന് അതിനുള്ള അധികാരമില്ലേ? ആവിഷ്കാര സ്വാതന്ത്ര്യം കേരളത്തിൽ ഇല്ലാതായോ? അവർക്ക് വേറൊരു സിനിമ എടുത്തുകൂടെ? മൊയ്തു താഴത്തൊരു സിനിമ എടുത്തു, അവര് വേറൊരു സിനിമ എടുക്കട്ടെ. അതും കാണട്ടെ ജനം. ജനങ്ങൾ ഈ സിനിമ എല്ലാം വിലയിരുത്തട്ടെ. ചെന്നിത്തലയുടെ സ്വന്തം പടയാളി കെ സുധാകരൻ വെറുതെ ഇരിക്കുമോ? കൊടുത്തു 2 പ്രസ്താവന. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് പടവെട്ടാൻ പടവാളെടുത്ത പിണറായി വിജയന്റെ കോടിയേരി ബാലകൃഷ്ണന്റെ കണ്ണൂരിലെ പി ജയരാജന്റെ പാർട്ടി താഴത്ത് മൊയ്തു താഴത്തിന്റെ ഈ സിനിമ പ്രദർശിപ്പിക്കാൻ തീരുമാനിച്ച മുഴുവൻ തിയേറ്റർ ഉടമകളെയും വിളിച്ച് ഭീഷണിപ്പെടുത്തി ഈ സിനിമ ഇന്ന് പ്രദർശിപ്പിക്കാൻ സാധിക്കില്ലെന്ന് പറഞ്ഞ് സ്വകാര്യ ഉടമകൾ പിന്മാറിയ രാഷ്ട്രീയ ചുറ്റുപാടില ഞാനും നിങ്ങളും ഇന്നിവിടെ മുഖാമുഖം കാണുന്നു. ജനകീയ സിനിമയാണെങ്കിൽ ജോൺ അബ്രഹാമും ഒഡേസ സത്യനും പ്രിയനന്ദനും ഒക്കെ സ്വീകരിച്ച വഴി മൊയ്തു താഴത്തിനും സ്വീകരിച്ചുകൂടെ എന്നാണ് ചില ശത്രുക്കൾ ചോദിക്കുന്നത്. TP 51 എന്ന ചിത്രം CPIMനെ പേടിപ്പിക്കുന്നേയില്ലെന്നും അവർ അവകാശപ്പെടുന്നു. എന്തായാലും ജീവന് ഭീഷണി ഉയർന്ന സംവിധായകൻ മൊയ്തു താഴത്ത് പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് രംഗത്ത് വന്നു. സിനിമ എടുക്കുമ്പോൾ ചെറിയ ധൈര്യമൊക്കെ വേണ്ടേ? എന്തിനാണ് സാർ പേടിക്കുന്നത്? ഞങ്ങൾക്ക് പേടിയില്ല. കാരണം TP ചന്ദ്രശേഖരൻ്റെ സിനിമ എടുക്കുന്ന ഒരാൾ അയാൾ ഭയമുള്ളവനായിരിക്കില്ല. അയാൾ രക്തസാക്ഷിത്വത്തെക്കുറിച്ച് നല്ല ഓർമ്മയുള്ള ആളായിരിക്കും. അതുകൊണ്ട് പക്ഷേ രമേശ് ചേട്ടൻ ഒരു പാവമാണ്. അദ്ദേഹത്തിനെ വല്ലാതെ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആഭ്യന്തരമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. സിനിമ കലാമൂല്യമുള്ളതാണെങ്കിൽ സ്വീകരിക്കപ്പെടുക തന്നെ ചെയ്യും. ഏത് ഫാസിസ്റ്റ് എതിർപ്പുകൾക്കും അതിനെ തടയാൻ കഴിയില്ല. മൊയ്തു താഴത്തിന് ഏതറ്റം വരെയും പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കാം. ഏതോ ഒരു സിനിമയുടെ പേരിൽ കണ്ണീരൊഴുക്കുന്ന ചെന്നിത്തലയും തിരുവഞ്ചൂരുമൊക്കെ ഗൂഢാലോചനക്കാരെ സംരക്ഷിക്കാൻ ഒത്തുകളിച്ചു എന്ന ആരോപണത്തെക്കുറിച്ച് എന്താണ് പറയുന്നത്? കുളമൊക്കെ കലക്കി ആവശ്യത്തിന് മാത്രം മീൻ പിടിച്ച് സ്ഥലം വിടുന്ന ഈ ഏർപ്പാട് ശരിയാണോ സാർ? ഇന്നത്തെ ഡെമോക്രസി പൂർത്തിയാകുന്നു. നാളെ വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.